ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ വിശുദ്ധവാര പ്രാർത്ഥനയുടെ 2-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണല്ലോ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ കൂട്ടായ്മ കൂടിവരവ് ആരംഭിക്കാം. കഴിഞ്ഞ ഒരു പകൽക്കാലം ദൈവം നമ്മെ നടത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൻ്റെ വലുതും ചെറുതുമായ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെയിരുന്നു. നമ്മുടെ ആപത്തുകളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ, രോഗങ്ങളിൽ, പ്രതിസന്ധികളിലൊക്കെ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം നമ്മോട് കൂടെയിരിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, അനുഗ്രഹീതമായ ഈ സന്ധ്യായാമത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ വർഷത്തെ നോമ്പുകാല പ്രാർത്ഥനകളുടെ, നോമ്പനുഷ്ഠാനങ്ങളുടെയൊക്കെ സമാപനത്തിലേക്ക്, അവസാന നിമിഷങ്ങളിലേക്ക്, ദിവസങ്ങളിലേക്കൊക്കെ ഞങ്ങളെ അവിടുന്ന് കൂട്ടിവരുത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ കഴിഞ്ഞ 40 ദിവസത്തോളമായി ഒരു ആധ്യാത്മികമായ കാലയളവിലൂടെ കടന്നു പോകുവാൻ നീ ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവിൻ്റെ ക്രൂശിനോട് കൂടുതൽ അടുക്കുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ഞങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ പങ്കാളികളായി തീരുവാൻ ഞങ്ങൾക്ക് തരുന്ന വലിയ അവകാശത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, ഞങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കർത്താവ്, അതിൻ്റെയൊക്കെ മധ്യത്തിൽ നീ ഞങ്ങളെ ദൈവകൃപയോടെ അത്യധികം ബലത്തോടുകൂടെ മുൻപോട്ട് നയിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. ദൈവമേ, നീ ലോകത്തിന് രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ സഹിച്ച വേദനകളിൽ പങ്കാളികളായി തീരുവാൻ, ആ സഹനത്തിൽ വിശ്വാസത്തോടുകൂടെ പങ്കെടുക്കുവാൻ സഭയെ വിളിച്ചിരിക്കുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യും. നിങ്ങൾ തന്നെ താൻ ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം എന്ന് അങ്ങ് പറഞ്ഞ വാക്കനുസരിച്ച് കർത്താവെ, ക്രൂശ് വഹിച്ചുകൊണ്ട് പിന്നാലെ സഞ്ചരിപ്പാൻ നീ ഞങ്ങളെ വിളിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ നാളുകളിൽ പിതാവേ, നിന്റെ ക്രൂശിനോട് ഏറ്റവും അടുത്ത് ജീവിപ്പാൻ, ക്രൂശിന്റെ വഴിയിൽ സഭയായി സഞ്ചരിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ആരാധനകളും കൂട്ടായ്മകളും പഠനങ്ങളും ധ്യാനങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ വെളിച്ചമുള്ളതും തെളിച്ചമുള്ളതുമാക്കി തീർക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ സന്ധ്യാസമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം നൽകണമേ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ സാന്നിധ്യത്താൽ, അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളോട് അവിടുന്ന് ഇടപെടണമേ. ഞങ്ങളോട് അങ്ങ് സംസാരിക്കണമേ. പലപ്പോഴും കർത്താവെ, ഞങ്ങളുടെ ജീവിതം പലവിധമായ പ്രലോഭനങ്ങളിൽ വഴിപ്പെട്ടു പോകുമ്പോൾ, കീഴ്പ്പെട്ടു പോകുമ്പോൾ, അതിനെ വിശ്വാസത്തോടുകൂടെ അതിജീവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. ഇന്നത്തെ കൂട്ടായ്മയ്ക്ക് കർത്താവെ നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർക്കുന്നു. പാട്ട് പാടുന്നവരെയും, വചനം വായിക്കുന്നവരെയും, പ്രാർത്ഥിക്കുന്നവരെയും ഒക്കെ ഓർക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. കർത്താവെ, യാതൊരു സാങ്കേതികമായ തടസ്സങ്ങളും കൂടാതെ ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഈ സന്ധ്യയിൽ സഹായിക്കണമേ. അവിടുത്തെ കൃപാടിയങ്ങളോട് കൂടെയിരിക്കണം. എല്ലാ കാര്യങ്ങളും അങ്ങ് നിയന്ത്രിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവനാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദയവായിട്ട് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കഴിയുന്നിടത്തോളം നിങ്ങളുടെ ഡിവൈസസ് മ്യൂട്ടിൽ ആണോ എന്ന് ശ്രദ്ധിക്കണം എന്നപേക്ഷിക്കുന്നു.
പാട്ടുകൾ പാടുന്നവരും പ്രാർത്ഥിക്കുന്നവരും വേദപുസ്തകം വായിക്കുന്നവരും മാത്രം അവരവരുടെ സമയങ്ങളിൽ അൺമ്യൂട്ട് ചെയ്ത് ദയവായിട്ട് പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് വേണ്ടി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ കൂട്ടായ്മയ്ക്ക് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത്, പാട്ട് പാടി നമ്മളെ നയിക്കുന്നത് റീനുവും നിതിനിട്ടിയും ചേർന്നാണ്. ഇപ്പോൾ അവർ പാട്ടുകൾ പാടും. അതിനുശേഷം ലിനറ്റ് 51-ാം സങ്കീർത്തനം വായിക്കും. താങ്ക് യു സർ. യെസ്. ഇന്ന് നമ്മൾ ആദ്യമായി പാടാൻ പോകുന്ന പാട്ട് കാൽവറി മുടി മുഴങ്ങും കൃപ സ്നേഹ ശബ്ദം കേൾ. കാൽവറി മുടി മുഴങ്ങും കൃപ സ്നേഹ ശബ്ദം കേൾ. പാരോ വീണ്ടു പാരിളകി കൂരിരുൾ മാധ്യാനിക്കൽ നിവൃത്തിയായി മൃത്യുവേൽക്കും കർത്തൻ ചൊൽ. ആയി നിവൃത്തിയിമ്പമേറ്റം എന്നും നൽകും വാക്കിത്. ദൈവ നന്മ ക്രിസ്തു മൂലം പാവിമേൽ പ്രവാഹമാ നിവൃത്തിയായി ദിവ്യർ വീണ്ടും ചൊല്ലുന്നു. ന്യായ പ്രമാണത്തിൻ നീഴൽ തീർന്നു കർത്തൃബലിയാൽ. ദേവവാക്കിൻ പൂർത്തി കാൺമിൻ ചാവിൻ പേൻ മൂർച്ച പോയി. നിവൃത്തിയായി ആശ കൊള്ളിൻ ഭക്തരെ. വീണകൾ മുഴക്കിൻ സ്രാഫിൻ മാനുവേലിൻ സ്തുതിയായി. വാനഭൂമി വാസിയാകെ മാനജയമാട്ടുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ദേവാർക്കും. രണ്ടാമത്തെ പാട്ട് നിനക്കായൻ ജീവനെ മരക്കുരിശിൽ വെടിഞ്ഞൻ മകനെ. നിനക്കായൻ ജീവനെ മരക്കുരിശിൽ വെടിഞ്ഞൻ മകനെ. ദിനവും ഇതിനെ മറന്നു പോവിൽ നീ വസിപ്പതെന്തു കന്മണിയേ. ദിനവും ഇതിനെ മറന്നു പോവിൽ നീ വസിപ്പതെന്തു കന്മണിയേ. വെടിഞ്ഞു ഞാൻ എൻ്റെ പരമമോദങ്ങൾ അഖിലവും നിന്നെ കരുതി. നിന്റെ കഠിന പാപത്തെ ചുമന്നൊഴിപ്പതി അടിമവേഷം ഞാനെടുത്തു. നിന്റെ കഠിന പാപത്തെ ചുമന്നൊഴിപ്പതിനടിമവേഷം ഞാനെടുത്തു. പരമതാനിന്റെ തിരുമുൻപാകെ ദുരിത ഭാരത്തെ ചുമന്നും കൊണ്ടു പരവശനായി താളമെൻ വിയർപ്പു ചോരത്തുള്ളി പോലൊഴുകി.
കൊണ്ടു പരവശനായി തളർന്നിയർപ്പു ചോര തുള്ളി പോലൊഴുകി പെരിയൊരു കുരിശെടുത്തു കൊണ്ടു ഞാൻ കയറി കാൽവരി മുകളിൽ ഉടൻ കരുത്തെഴുന്നവർ പിടിച്ചിഴച്ചെന്നെ കിടത്തി വൻകുരിശതിന്മേൽ ഉടൻ കരുത്തെഴുന്നവൻ പിടിച്ചിഴച്ചെന്നെ കിടത്തി വൻകുരിശതിന്മേൽ ഒരിക്കലും എന്റെ പരമസ്നേഹത്തെ മറക്കാമോ നിനക്കോർത്താൽ നിന്മേൽ കരളറിഞ്ഞോ ഞാനിവ സകലവും സഹിച്ചൻ ജീവനെ വെടിഞ്ഞു നിന്മേൽ കരളറിഞ്ഞോ ഞാനിവ സകലവും സഹിച്ചു ജീവനെ വെടിഞ്ഞു. താങ്ക് യു നിതിൻ ആൻഡ് റീനു. ഇപ്പോൾ ലിനറ്റ് സങ്കീർത്തനം വായിക്കും. Psalm 51. കേൾക്കാമോ അച്ഛ? യെസ്, കേൾക്കാം. Psalm 51. Be merciful to me, O God, because of your constant love. Because of your great mercy, wipe away my sins. Wash away all my evil and make me clean from my sin. I recognize my faults. I am always conscious of my sins. I have sinned against you, only against you, and done what you consider evil. So you are right in judging me. You are justified in condemning me. I have been evil from the day I was born. From the time I was conceived, I have been sinful. Sincerity and truth are what you require. Fill my mind with your wisdom. Remove my sin, and I will be clean. Wash me, and I will be whiter than snow. Let me hear the sounds of joy and gladness. And though you have crushed me and broken me, I will be happy once again. Close your eyes to my sins and wipe out all my evil. Create a pure heart in me, O God, and put a new and loyal spirit in me. Do not banish me from your presence. Do not take your Holy Spirit away from me. Give me again the joy that comes from your salvation, and make me willing to obey you. Then I will teach sinners your commands. They will turn back to you. Spare my life, O God, and save me, and I will gladly proclaim your righteousness. Help me to speak, Lord, and I will praise you. You do not want sacrifices, or I would offer them. You are not pleased with burnt offerings. My sacrifice is a humble spirit, O God. You will not reject a humble and repentant heart. O God, be kind to Zion and help her rebuild the walls of Jerusalem. Then you will be pleased with proper sacrifices and with your burnt offerings, and bulls will be sacrificed on your altar. അൻപത്തിയൊന്നാം സങ്കീർത്തനം ഞാൻ കുറച്ച് വാക്യങ്ങൾ മലയാളത്തിലും വായിക്കാം. അതൊരു അനുതാപത്തിന്റെ സങ്കീർത്തനമാണ്. പ്രത്യേകിച്ച് ഈ നോമ്പ് നാളുകളിൽ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ കുറ്റങ്ങളെയും തെറ്റുകളെയും ഒക്കെ ഓർക്കുവാനും ദൈവസന്നിധിയിൽ അനുദപിക്കുവാനും ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ടും കൃപയ്ക്കായിട്ടും യാചിക്കുവാനും ഒക്കെയുള്ള ഒരു സങ്കീർത്തനമാണ്. സോ ഐ വിൽ റീഡ് ഇറ്റ് ഇൻ മലയാളം ഓൾസോ. ഇത് ഞാൻ മലയാളത്തിലും വായിക്കാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു.
അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. വിശ്വാസത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഈ രാത്രി അടുത്തു വരാം. ഇത്രയും പേർക്ക് ഇപ്രകാരം പ്രാർത്ഥനയ്ക്കായി വിശ്വാസത്തോടുകൂടെ കൂടി വരുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥനയോടുകൂടെ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ ഇറക്കി വെക്കാം. ഈ നാളുകളിലൊക്കെ ദൈവത്തിന്റെ കൃപ നമ്മളെ നടത്തുന്നു. പലപ്പോഴും ദൈവത്തിന്റെ വലിയ കൃപകളും നന്മകളും ഒക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴും പ്രാപിക്കുമ്പോഴും വേണ്ട രീതിയിൽ നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ദൈവത്തെ അംഗീകരിച്ചും ജീവിപ്പാൻ നമ്മൾ മറന്നുപോകുന്നവരാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വന്നുപോയ കുറവുകളും പിഴവുകളും ദൈവം തമ്പുരാൻ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിടുന്നതും ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്യുന്നതുമൊക്കെ നമ്മൾ ഏറ്റുപറയേണ്ടതാണ്. അതുകൊണ്ട് ചെയ്യരുതാത്തത് നമ്മൾ പലതും ചെയ്തു പോയതും, എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് പലതും ചെയ്യാതെ വിട്ടതും കർത്താവ് ഈ രാത്രികാലം നമ്മോട് ക്ഷമിക്കണമേ, പൊറുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം അത് നിർമ്മലമായിരിക്കണം. വിശ്വാസത്തിന്റെ സ്ഥിരത നമ്മുടെ ആത്മാവിന് ഉണ്ടാവണം. അതില്ലാതെ പോകുന്ന ഇടങ്ങളിലാണ് നമ്മുടെ ജീവിതം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളും പരാജയങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ രാത്രികാലം ദൈവമേ, ഞങ്ങളുടെ വീഴ്ചകളിൽ ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ നീ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ, കരുതലായും കാവലായും ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ദേവാലയത്തിന്റെ പല കാര്യങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് നമ്മളുടെയൊക്കെ ചിന്ത, ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ചിന്ത, നമ്മളൊക്കെ വളരെ വിശുദ്ധരാണ്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കാതെ നമ്മളുടെ പുറമേ ഉള്ളതിനെ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ വിലയിടുന്നവരാണ്. അതുകൊണ്ട് ഈ രാത്രി ദാവീദ് തൻ്റെ പ്രശ്നം മനസ്സിലാക്കിയതുപോലെ, തൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുഴപ്പത്തിന്റെ കാരണത്തെ തിരിച്ചറിഞ്ഞതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കാം. കർത്താവേ, എൻ്റെ കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നന്മകൾക്ക് ഒത്തവണ്ണം നന്ദിയോടുകൂടെ ദൈവകൃപയോടുകൂടെ ജീവിക്കുവാൻ നമ്മൾ പരാജയപ്പെട്ടു പോയത് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം.
നമ്മുടെ സഭയും മറ്റുമായ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ സഭയിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ, അവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കണമേ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പലവിധമായ ആവശ്യങ്ങളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് ഓർക്കാം. രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി വിശേഷാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആശുപത്രിയിലായിരിക്കുന്ന ഡോക്ടർ അങ്കിളിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മറ്റ് പലവിധമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം നമുക്ക് ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ച് മുൻപോട്ട് നയിക്കേണ്ടതിനായി നടത്തേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ രോഗികളെയും ഓർക്കാം. ക്യാൻസറിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നവർ, ശരീരത്തിന്റെ വേദനകൾ, പ്രായത്തിന്റെ ക്ഷീണങ്ങൾ, ദീർഘകാലമായി നൽകുന്ന ചികിത്സകൾ, വളരെയധികം ചികിത്സിച്ചിട്ടും മാറാത്ത പ്രയാസങ്ങൾ, മാറി മാറി പല ഡോക്ടർമാരെ കണ്ടിട്ടും നീങ്ങാത്ത പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ദീർഘനാളുകളായി ശാരീരികമായ ബലഹീനതകളാൽ സ്ട്രോക്ക് വന്നു, അപകടം വഴിയായും അങ്ങനെ പലതരത്തിൽ ശാരീരികമായ പ്രയാസങ്ങളിൽ ബലഹീനതയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രായമായ നമ്മുടെ സീനിയർ മെമ്പേഴ്സിനെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട ബലവും കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഒരു നിമിഷം നമുക്ക് ഓർക്കാം. അവരായിരിക്കുന്ന അവസ്ഥകളെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ കെയറിലും കരുതലിലുമൊക്കെ ആയിരിക്കുന്നവരെ വിശേഷാൽ ഓർക്കാം. സാമ്പത്തികമായ ക്ലേശം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് നല്ല ഉപജീവന മാർഗങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മറ്റ് പലവിധമായ ജീവിത പ്രയാസങ്ങളാൽ, കുടുംബ പ്രശ്നങ്ങളിൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രയാസങ്ങളിൽ ഒക്കെ ബുദ്ധിമുട്ടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നവർ, കുടുംബ ബന്ധങ്ങളിലുള്ള വിള്ളലുകളിൽ ദുഃഖിക്കുന്നവർ, എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവം ഈ നാളുകളിൽ നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ പ്രതിവിധി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വെക്കേഷനിലേക്കൊക്കെ അവർ പ്രവേശിക്കുന്നു. ഒരു അധ്യയന വർഷം കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ട ബുദ്ധിയും വിവേകവും ജ്ഞാനവും ദൈവം നൽകണമേ. കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റിപ്പോകാതെ ദൈവഭയമുള്ളവരായി, വിശ്വാസമുള്ളവരായി, വചനം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളായിട്ട് മുതിർന്നു വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കലും മാതാപിതാക്കൾക്കോ കുടുംബത്തിനോ ചുറ്റുപാടുകൾക്കോ ഒന്നും ഒരു ബാധ്യതയായി, ഒരു ഭാരമായി തീരാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ധൈര്യത്തോടെ അവരുടെ ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുവാനും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതത്തിന് നിർണായകമായ ചില തിരഞ്ഞെടുപ്പുകൾ, ചില ചോയ്സസ്, ചില ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. നല്ല ചിന്തകൾ, നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ കർത്താവ് അവരുടെ ഭാവിക്ക് അനുഗ്രഹമാകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾക്ക് അവരുടെ തീരുമാനങ്ങളോടൊപ്പം നിൽക്കുവാൻ, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി അവരെ ഗൈഡ് ചെയ്യുവാൻ, അവരെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് മാതാപിതാക്കളെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. പലയിടങ്ങളിലായിട്ട് പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെല്ലാം ആയിരിക്കുന്ന ഇടത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ വിദ്യാഭ്യാസ ജീവിതമൊക്കെ അനുഗ്രഹിക്കണം. വിദേശങ്ങളിലൊക്കെ പഠിക്കാൻ പോയിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. അവരുടെ പഠനവും അവരുടെ ജീവിതവും അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവിയും ദൈവം അവിടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വിദേശങ്ങളിലൊക്കെ ആയിരിക്കണം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. നമ്മുടെ ജീവിത പങ്കാളികൾ, പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ
എല്ലാവരെയും നമുക്ക് ഓർക്കാം. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യങ് കപ്പിൾസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹൈദരാബാദിൽ കടന്നു വന്ന് അവരൊരു ജീവിതം ഇവിടെ കരുപ്പിടിപ്പിക്കുമ്പോൾ അവർക്ക് എല്ലാ ആവശ്യങ്ങളിലും ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയിടങ്ങളിലെ സംഘർഷങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ധൈര്യത്തോടെ പ്രതിസന്ധികളെ അതിജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തെ നന്നായി ബാലൻസ് ചെയ്യുവാനായിട്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ ജീവിതത്തിലെ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന കുടുംബത്തെ പ്രത്യേകം നമുക്ക് ഓർക്കാം. അഭിലാഷിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹ സംബന്ധമായ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെ ഓർക്കാം. ദൈവം അവരുടെ ആഗ്രഹത്തെ മാനിച്ച് തലമുറകളെ നൽകി ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എത്ര വൈകിയാലും ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സിംഗിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. ആ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി മുൻപോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉപജീവന മാർഗങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പല സെക്ടറുകളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർക്കാം. അവരുടെ അനുഗ്രഹമാണ് സഭയുടെ അനുഗ്രഹം. നമ്മുടെ സഭാംഗങ്ങൾ, നമ്മുടെ അധ്വാനിക്കുന്നവരെ ദൈവം അവരുടെ അധ്വാന ഇടങ്ങളിൽ അനുഗ്രഹിക്കുമ്പോൾ സഭ അനുഗ്രഹിക്കപ്പെടും. സഭ അനുഗ്രഹിക്കപ്പെടുമ്പോൾ സഭയിലൂടെ മറ്റ് പലർക്കും അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ജോലി സ്ഥലങ്ങളെ, നമ്മൾ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഓർക്കാം. ദീർഘകാലങ്ങളായി ശമ്പളം കിട്ടാതെയൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ ഓർക്കാം. വളരെ അപകടകരമായ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. ദൈവം അവരെയൊക്കെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയിടങ്ങളിലൊക്കെ നേരിടുന്ന പ്രയാസങ്ങളിലൊക്കെ ദൈവം അവരെ ധൈര്യപ്പെടുത്തണമേ. അതൊക്കെ മാറി അവരുടെ ജീവിതത്തെ ദൈവം ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലുള്ള നമ്മുടെ ആരാധനകളെല്ലാം നമുക്ക് പ്രത്യേകം ഓർക്കാം. വ്യാഴാഴ്ചത്തെ മോണ്ടി തേഴ്സ്ഡേ സർവീസ്, ഗുഡ് ഫ്രൈഡേ സർവീസ്, ഹോളി സാറ്റർഡേ സർവീസ്, ഈസ്റ്റർ സർവീസ്, എല്ലാ ആരാധനകളും അനുഗ്രഹമായിരിക്കാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ അനേകർ നമ്മുടെ ദേവാലയത്തിൽ പുതിയതായിട്ടുമൊക്കെ കടന്നു വരുന്നു ശുശ്രൂഷകൾക്കായിട്ട്. നമ്മുടെ ആരാധനകളും കൂടിവരവുകളും ഒക്കെ അവർക്കൊരു ആശ്വാസവും പ്രചോദനവുമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ അതനുസരിച്ച് ബിഹേവ് ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരസ്പരം സ്നേഹിച്ചും സഹിച്ചും ക്ഷമിച്ചും കരുതിയും നല്ല സാക്ഷ്യമുള്ള ക്രിസ്തീയ സമൂഹമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. രാജ്യത്തിന്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. CSI സഭ ഉൾപ്പെടെയുള്ള എല്ലാ സഭകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. എല്ലാ മിഷണറിമാരെയും മിഷൻ പ്രദേശങ്ങളെയും ഓർക്കാം. വളരെ ക്ലേശങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ പ്രത്യേകം ഓർക്കാം. പാവപ്പെട്ടവരുടെ ഇടയിൽ കർത്താവിന്റെ സ്നേഹം പ്രസംഗിക്കുന്നവർ, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചും പ്രവർത്തിക്കുന്നവർ, എതിർപ്പുകളുടെ മധ്യത്തിലൊക്കെ സുവിശേഷ വേല ചെയ്യുന്നവർ. പലപ്പോഴും നമ്മളിൽ പലരും അതിനെയൊക്കെ അവജ്ഞയോടുകൂടെ കാണുന്നവരാണ്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹമാണ്. സമൂഹത്തിലും ചുറ്റുപാടിലുമൊക്കെ നിലനിൽക്കുന്ന അസമത്വങ്ങളെയും ചൂഷണങ്ങളെയും ഒക്കെ എതിർത്ത് കർത്താവിന്റെ സ്നേഹത്തിലൂടെ സത്യത്തിലേക്കും വെളിച്ചത്തിലേക്കുമൊക്കെ ജനതകളെ നയിപ്പാനുള്ള കൃപ നമ്മുടെ മിഷൻ പ്രദേശങ്ങൾക്ക് ദൈവം നൽകണമേ. വിദ്യാഭ്യാസം ഇല്ലാത്തത് വിദ്യാഭ്യാസം കൊടുക്കുവാൻ, വൈദ്യ ചികിത്സ ലഭിക്കാത്തത് അത് കൊടുക്കുവാൻ, ഓർഗനൈസ്ഡ് അല്ലാത്ത സമൂഹങ്ങളെ ഓർഗനൈസ് ചെയ്യുവാൻ, അവരെ സമൂഹത്തിന്റെ
മുഖ്യധാരയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കർത്താവ് നമ്മുടെ ശുശ്രൂഷകളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒരു കാലത്ത് നമ്മൾ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളൊക്കെ അനുഭവിച്ച സഭയാണ്. പ്രത്യേകിച്ച് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പലയിടങ്ങളിലായി പലതരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുന്നു. ലോകരാജ്യങ്ങൾ തമ്മിൽ പലതരത്തിൽ പോര് വിളിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫലസ്തീന് വേണ്ടി, ഉക്രൈന് വേണ്ടി, മണിപ്പൂരിന് വേണ്ടി, അങ്ങനെ പല സ്ഥലങ്ങളിലും സമാധാനമില്ലാത്ത പലയിടങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രകൃതിക്ഷോഭത്താലും ഭൂകമ്പത്താലൊക്കെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ദൈവം നമുക്ക് നൽകിയ ജീവിതത്തിന് നന്ദി പറയാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന നന്മകൾക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ ശാന്തിയോടെ സമാധാനത്തോടെ ഭവനത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ആശ്വാസത്തോടു കൂടെയൊക്കെ കഴിയുമ്പോൾ ആ അവകാശങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് പേർ, തെരുവിൽ ഉറങ്ങുന്നവർ, ഒരുപാട് അപകടങ്ങളുടെയൊക്കെ മധ്യത്തിൽ ജീവിക്കുന്നവർ ഒക്കെ ഉണ്ട്. ദൈവം നമ്മളെ പ്രിവിലേജ്ഡ് ആയിട്ട് ആക്കിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രിവിലേജ്ഡ് ആയിട്ട് ദൈവം ആക്കിയിരിക്കുന്നു. ദൈവത്തെ മറന്നു പോകാതെ വിനയത്തോടെ താഴ്മയോടെയൊക്കെ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് വിശ്വാസമില്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ഇതൊന്നും അനുഭവിക്കാൻ, സമാധാനത്തോടെ ഇതൊന്നും അനുഭവിക്കാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് ഇപ്പോൾ അനിത ബിജു പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും സർവശക്തനും പരിശുദ്ധനുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഈ സന്ധ്യാസമയത്ത് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ആയിരിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്കായി, ഞങ്ങളുടെ രക്ഷയ്ക്കായി സ്വയം ബലിയായി തീർന്ന നാഥനെ ധ്യാനിക്കുവാൻ ഒരു വിശുദ്ധ വാരം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അപ്പാ പിതാവേ, പാപികളും ദോഷികളുമായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ കർത്താവേ. ഞങ്ങളുടെ സകല പാപങ്ങൾ അവിടുത്തെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ കർത്താവേ. ഞങ്ങൾ അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിച്ചു തരണമേ കർത്താവേ. ഒരു സത്യ അനുതാപം ഞങ്ങൾക്ക് തരണേ കർത്താവേ. ഒരു സത്യമാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ ഞങ്ങളെ കടത്തിവിടണേ കർത്താവേ. അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. പാപമോചനത്തിന്റെ സൗഖ്യം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഞങ്ങളുടെ അകൃത്യങ്ങളെയൊക്കെ മായിച്ചു കളയണമേ കർത്താവേ. നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുത്. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നേടുകയും അരുത് കർത്താവേ. അവിടുത്തെ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ കർത്താവേ. സാത്താന്റെ പ്രലോഭനങ്ങളിൽ അതിജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. നോ പറയേണ്ടിടത്ത് നോ പറയാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ദൈവമായ കർത്താവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളിൽ രോഗികളും കഷ്ടം അനുഭവിക്കുന്നവരും വല്ലാതെ പ്രയാസപ്പെടുന്നവരും ആവശ്യഭാരങ്ങളാൽ കഷ്ടപ്പെടുന്നവരും ഉണ്ടല്ലോ കർത്താവേ. എല്ലാവരെയും അവിടുന്ന് കാണണമേ കർത്താവേ. അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി ഞങ്ങളെ സൗഖ്യമാക്കണേ കർത്താവേ. അവിടുത്തെ വചനത്താലുള്ള സൗഖ്യം അനുഭവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ കർത്താവേ. അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയായതിനാൽ സ്തോത്രം കർത്താവേ. അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളുടെ ഇടവകയിൽ ഓരോരുത്തരെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെയും അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളുടെ മിഷൻ ഫീൽഡുകളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ. അവരായിരിക്കുന്ന സ്ഥാനങ്ങൾ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ സഹായിക്കണമേ കർത്താവേ. അവരുടെ കഷ്ടപ്പാടുകൾ അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണേ കർത്താവേ. ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ അവരെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ മകനെ അവിടുത്തെ വചനത്താൽ നിറയ്ക്കണേ കർത്താവേ. ആയിരിക്കുന്ന ശുശ്രൂഷയിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. കൊച്ചമ്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊടുത്തിരിക്കുന്ന താലന്തുകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. നിന്റെ മകളുടെ എല്ലാ ശാരീരിക അസ്വസ്ഥതകളും മാറ്റി കർത്താവെ പൂർണ്ണ സൗഖ്യം കൊടുക്കണേ. ദാനമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ.
അവരുടെ വിദ്യാഭ്യാസത്തിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവെ അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണേ കർത്താവെ. ഈ ആഴ്ചയിലെ എല്ലാ ശുശ്രൂഷയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ. ഓരോ ശുശ്രൂഷയും ദൈവനാമ മഹത്വത്തിനായി തീരണേ കർത്താവെ. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് കാണണേ കർത്താവെ. അത് അവർക്കൊരു അനുഗ്രഹമായി തീരണേ കർത്താവെ. കർത്താവെ, ഞങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സകല ജഡമോഹങ്ങളും തേയിച്ച് കർത്താവെ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. ആമേൻ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ നോമ്പിന്റെ ഒരു കൾമിനേഷനിലേക്കൊക്കെ പ്രവേശിക്കുകയാണ്. നോമ്പ് എന്നുള്ളത് ഒരു ഫെയ്ത്ത് എക്സർസൈസ് ആണ്. Lent is a faith exercise. Lent is an exercise that helps us to strengthen our faith, that enables us to strengthen our relationship with God. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ശക്തീകരിക്കുന്നതിന്, നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ കൂടുതൽ ഉറപ്പിക്കുന്നതിനുള്ള ഒരു പരിശീലന കാലമാണ് നോമ്പ്. ഇൻ ഇറ്റ്സ് ട്രൂ സെൻസ്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിൽ. സോ അറ്റ് ദ എൻഡ് ഓഫ് ലെൻറ്റ് we should all be transformed by our faith. നമ്മുടെ വിശ്വാസത്താൽ നമ്മളെല്ലാവരും രൂപാന്തരപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ആ മാറ്റങ്ങൾ പ്രകടമാകണം. ആ മാറ്റങ്ങൾ അനുഭവൈകമാകണം. Our exercise should change into new experiences. പുതിയ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ പ്രകടമാകേണ്ടത്, ശരിയായ അർത്ഥത്തിൽ പ്രകടമാകേണ്ടത് നമ്മുടെ ആരാധനയിലാണ്. So at the culmination of the Lent, the quality of our worship should improve. നമ്മുടെ ആരാധനകൾ, ആരാധനാ രീതികൾ, ആരാധന അവസ്ഥകൾ കൂടുതൽ മെച്ചപ്പെടണം. നമ്മൾ ഈ നാളുകളിൽ ചിന്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രലോഭനത്തെ കുറിച്ചാണ്. സോ ദ കൾമിനേഷൻ ഓഫ് ജീസസ് ടെംപ്റ്റേഷൻ ഓർ ദ ഫൈനൽ ടെംപ്റ്റേഷൻ ഓഫ് ജീസസ് വാസ് എ ടെംപ്റ്റേഷൻ ടു വർഷിപ്പ് ദി ഈവിൾ, ദ സൈറ്റൻ. പിശാചിനെ, സാത്താനെ ആരാധിക്കാൻ, സാത്താനെ വണങ്ങാൻ, ആ ഒരു പ്രലോഭനമായിരുന്നു യേശു കർത്താവിന്റെ ആദ്യത്തെ പ്രലോഭനം. അവസാനത്തെ പ്രലോഭനം. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് അങ്ങനെയാണ്. നീ എന്നെ ഒന്ന് വണങ്ങിയാൽ ഞാൻ ഇതൊക്കെ തരാം. നമ്മുടെയൊക്കെ ആരാധനകൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. യേശു കർത്താവ് അത്തരത്തിലുള്ള മാനസിക അവസ്ഥകളോടൊക്കെ വളരെ 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 ശക്തമായി പ്രതികരിക്കണം. അതുകൊണ്ടാണ് പിശാചിനോട് പറയുന്നത്, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞു, ആരാധനകൾ പലപ്പോഴും വികലമാക്കപ്പെടുന്ന ഇടങ്ങളിൽ, ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ വിശ്വാസത്തിന്റെ ആത്യന്തികമായ ആവിഷ്കരണമായി തീരേണ്ട, അനുഭവിക്കപ്പെടേണ്ട ആരാധനകൾ പലതരത്തിൽ വികലമാക്കപ്പെടുകയും പലതരത്തിൽ ആത്മാർത്ഥതയില്ലാത്തതായി തീരുകയും പലതരത്തിൽ അത് കേവലം അഭിനയങ്ങളായി മാത്രം അവസാനിക്കുകയും ചെയ്യുന്ന അപകടകരമായ ചില സാഹചര്യങ്ങളിലൂടെയാണ് സഭ കടന്നു പോകുന്നത്. So it is high time for us to reclaim our worship life.
നമ്മുടെ ആരാധനാ ജീവിതത്തെ തിരികെ പിടിക്കുവാൻ, നമ്മുടെ ആരാധനാ ജീവിതത്തെ സത്യസന്ധമായി പുനരാവിഷ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ ആരാധിക്കുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞു, we are idolatrous. Our faith is some kind of an idolatrous piety. ഒരു തരത്തിലുള്ള വിഗ്രഹാരാധനമായ മതഭക്തി. And many of us who profess that we are Christians, we don't know the fundamentals of Christianity. പലപ്പോഴും നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ മൗലികതകളെ പോലും അറിയാതെ, നമ്മുടെ വിശ്വാസത്തിന്റെ ആത്യന്തികമായ സത്യസന്ധമായ കാര്യങ്ങളെ കുറിച്ച് പോലും അറിയാതെയാണ് പലപ്പോഴും we deal with the worship. We engage in the activity of worship. We don't believe in God. We take everything for granted. We sing, we pray, we read the scripture. We do all these things. Sometimes or quite often without the experience of faith. വിശ്വാസമില്ലാതെയാണ് പലപ്പോഴും. So this is a dangerous situation for Christianity. That doesn't mean that we should be very fanatic in our faith. ചിലർ അങ്ങനെയാണ്. ഈ യഥാർത്ഥ വിശ്വാസമില്ലാത്തവരാണ് തീവ്രവാദികളും ഫനാറ്റിക്സും ആകുന്നത്. യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസമുള്ളവർ, ഈശ്വര വിശ്വാസമുള്ളവർ, ക്രിസ്തുവിൽ വിശ്വാസമുള്ളവർ, we will be calm, we will be cool. നമ്മൾ വളരെ സൗമ്യരായിരിക്കും, ശാന്തരായിരിക്കും. Because we know nothing can stop God in working or in fulfilling his will in this world. ഈ ലോകത്തിലെ ആർക്കും ഒന്നിനും ഒരു ശക്തിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ, നമ്മുടെയൊക്കെ ലോകത്തിൽ പ്രവർത്തിക്കുവാനുള്ള ദൈവത്തെ തടസ്സപ്പെടുത്താൻ കഴിയില്ല ഒരു ശക്തിക്കും. ആ വിശ്വാസമുള്ളവർ നമ്മൾ തോക്കെടുക്കേണ്ട കാര്യമില്ല. ആ വിശ്വാസമുള്ളവർ മറ്റുള്ളവരെ വെറുക്കേണ്ട കാര്യമില്ല. ആ വിശ്വാസമുള്ളവർ പരസ്പരം പോരടിക്കേണ്ട കാര്യമില്ല. It is a time for us to come back to our faith. വിശ്വാസം വേണം. Faith is very fundamental. ഇവിടെ പിശാച് കർത്താവിനോട് പറയുന്നു, you worship me. പലപ്പോഴും നമ്മുടെ ആരാധനകൾ, പിശാച് നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരാധിക്കും, നീ എന്നെ ആരാധിക്കും. സൈറ്റാനിക് വർഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കേരളത്തില് അടുത്തിലേക്ക് ചില കൊലപാതകങ്ങളൊക്കെ ചെറുപ്പക്കാർ ചെയ്ത സമയത്ത് അവർക്കൊക്കെ ഈ പിശാചിന്റെ ആരാധനയുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആരാധനയുടെ ഭാഗമായി അന്യോന്യം കൊല്ലുന്നവർ, അന്യോന്യം കൊല്ലുന്നതിനെ ന്യായീകരിക്കുന്ന ആരാധകർ. We should be very careful. നമ്മൾ വളരെ 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 ശ്രദ്ധിക്കണം. When we exercise our faith in worship, നമ്മൾ നമ്മുടെ ആരാധനയിലൂടെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ, എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. യേശു, when the evil begins to play with the worship, പിശാച് ആരാധനയുമായി ഇടപെടാൻ തുടങ്ങിയപ്പോൾ, ആരാധനയുടെ സാധ്യത, സാഹചര്യം, കോണ്ടെക്സ്റ്റ് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, തന്റെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ, യേശു പറയുകയാണ്, ഗെറ്റ് ബിഹൈൻഡ് മീ. കല്ല് അപ്പമാക്കാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞില്ല എന്നെ വിട്ടു പോകാൻ. താഴേക്ക് ചാട്, ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും, നീ പെട്ടെന്ന് പ്രശസ്തനാകും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല യേശു നീ പിന്നെ വിട്ടു പോകാൻ. എന്നാൽ when the evil touched the foundation of Christian faith, the foundation, the fundamentality of faith, Jesus was harsh. Jesus was rude. On evil. നമ്മൾ ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ
ശമരിയാക്കാരി സ്ത്രീയുമായിട്ടുള്ള സംവാദത്തിലും ആരാധന വരുന്നുണ്ട്. ഞങ്ങളുടെ പൂർവികർ ആ മലയിൽ ആരാധിച്ചു. യേശു പറയുന്നു, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, നിങ്ങൾ എന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നുമിരിക്കുന്നു. വിത്ത് ജീസസ് എ ന്യൂ movement of true worship, spiritual worship has started. സഭ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്ന സമൂഹമാകണം. ഇറ്റ് ഈസ് എ ടെംപ്ടേഷൻ. We will be tempted in and around the worship. ആരാധനയുടെ ചുറ്റുപാടുകളിൽ നമ്മളൊക്കെ പ്രലോഭിപ്പിക്കപ്പെടും. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വീഴ്ചകൾ വരും. ആത്മീയതയുമായി വിശുദ്ധതയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നവരുടെ ജീവിതത്തിലും വലിയ വീഴ്ചകൾ സംഭവിക്കും. ഞങ്ങളെ പോലെയുള്ള പട്ടക്കാർ, ശുശ്രൂഷകർ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ? We will be tempted by power, by money, by influence, by great people. വലിയ വലിയ ആളുകൾ, സ്വാധീനമുള്ളവർ, ബുദ്ധിയുള്ളവർ, കൗശലമുള്ളവരൊക്കെ നമ്മളെ ഇങ്ങനെ എപ്പോഴും പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. We should always be conscious of the dangers around the reality of worship. അത് പട്ടക്കാരും ശുശ്രൂഷകരും മാത്രമല്ല, എല്ലാവരും, ക്രൈസ്തവ സമൂഹം ആകമാനം അത് ഓർത്തിരിക്കണം, അത് തിരിച്ചറിയണം. യേശു പറയുന്നുണ്ട്, ആരാണ് ശരിയായ ആരാധന? Jesus himself is the true worship. He was not simply a man. He was not simply a person. Or he is not simply a person. ഒരു കേവലമായ ഒരു വ്യക്തിയല്ല, ഒരു ജീവിതമല്ല യേശു. Jesus himself is the sacrament. Jesus himself is the worship. ദൈവത്തിന് അർപ്പിക്കപ്പെട്ട കുറവില്ലാത്ത കുറ്റമറ്റ ആരാധനയാണ് യേശു. അതുകൊണ്ടാണ് CSI ആരാധന എന്താ ചെയ്യുന്നത് അറിയാമോ? വി ആർ റീഇനാക്ടിങ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ആൻഡ് ത്രൂ ദ വർഷിപ്പ്. നമ്മുടെ ആരാധനയിലൂടെ നമ്മൾ പുനരാവിഷ്കരിക്കുന്നത് യേശു കർത്താവിന്റെ ജീവിതമാണ്. കാരണം യേശു കർത്താവിന്റെ ജീവിതം പോലെ ദൈവത്തിന് അർപ്പിക്കപ്പെട്ട മറ്റൊരു യാഗവും മറ്റൊരു ആരാധനയും ഈ ലോകത്തുണ്ടായിട്ടില്ല. പിശാച് വന്ന് കപടാരാധനയ്ക്ക് വേണ്ടി യേശു കർത്താവിനോട് ആവശ്യപ്പെടുമ്പോൾ യേശു കർത്താവ് പറയുന്നത്, യു ഹാവ് ടു ഗോ ബിഹൈൻഡ് മീ ബിക്കോസ് ഐ ഹാവ് സെന്റ് ടു ദിസ് വേൾഡ് ആസ് ദ ട്രൂ ആൻഡ് ദ സ്പിരിച്വൽ വർഷിപ്പ്. ഞാനാണ് ആരാധന. ഞാൻ ആരാധനയാകുമ്പോൾ എനിക്ക് മറ്റൊരു ആരാധന. വർഷിപ്പ് ഈസ് നോട്ട് വാട്ട് വി ഡു. വർഷിപ്പ് ഈസ് വി ourselves. നമ്മളാണ് ആരാധന, നമ്മൾ തന്നെയാണ് ആരാധന. യേശു കർത്താവ് ആ പ്രലോഭനമാണ് കാൽവറി ക്രൂശിൽ അതിജീവിക്കുന്നത്. He offered himself as the true worship for God. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, പ്രസാദമുള്ള, പൂർണ്ണമായ ആരാധനയായി കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവിതത്തെ കാൽവറി ക്രൂശിൽ ഗോൽഗോഥ മലയിൽ അർപ്പിക്കുന്നു. The complete, total, unblemished worship for God. He is so harsh. യേശു കർത്താവ് കുരിശേറുമ്പോഴാണ് പറയുന്നത്, My time has come. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള, മഹത്വീകരിക്കപ്പെടുവാനുള്ള, ഉയർത്തപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. On the cross, when he offered himself as the worship, he experienced the ultimate glory of God. Jesus himself is the glorious worship of God. ദൈവത്തിന്റെ ഏറ്റവും മഹത്വകരമായ ആരാധന കർത്താവായ യേശു ക്രിസ്തുവാണ്. എളുപ്പ വഴിയല്ല.
സഭ ഈ നാളുകളിൽ വളരെ ശ്രദ്ധിക്കണം. ആരാധന. വർഷിപ്പ് ഈസ് നോട്ട് എ ചെസ് ബോർഡ്. കാലാളും കുതിരകളും ആനകളും രാജാവും റാണിയും ഒക്കെ കൂടെ വെട്ടിക്കളിക്കുന്ന ഒരു ചതുരംഗ കളിയല്ല ആരാധന. It is a time where we offer ourselves for God. നമ്മൾ ദൈവത്തിന് വേണ്ടി സമ്പൂർണമായി നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ്. Every time when we worship, we recreate the cross in our lives. And if we don't recreate the cross in our lives, when we worship, we are not worshiping God. അതൊരു കപടതയല്ല, അതൊരു വിഗ്രഹാരാധനയല്ല, അതൊരു വ്യർത്ഥമായ അനുകരണമല്ല. നമ്മൾ 3 പ്രലോഭനങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഈ ആശയങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. There is no shortcut to please God, to be blessed by God. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് എളുപ്പ വഴികളില്ല. When the shortcuts will lead to corruptions. എളുപ്പ വഴികളാണ് കറപ്ഷനിലേക്ക്, അഴിമതി ഉണ്ടാക്കും. We want everything instantaneously. എളുപ്പ വഴികൾ അത് അഴിമതിയുടെ വഴികളാണ്. Cross is the point where we realize the meaning of worship in our lives. അതുകൊണ്ട് നമ്മുടെ ആരാധന തുടങ്ങുമ്പോൾ കുരിശൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതും അവിടെ ഇവിടെയൊക്കെ 1-2 കുരിശുകളൊക്കെ വെച്ചിരിക്കുന്നത്. പള്ളിയുടെ മുകളിലും ഉണ്ട് ഒരു കുരിശ്. നമ്മളിപ്പോൾ പള്ളിയുടെ ഏറ്റവും മുകളിൽ കുരിശ് വെച്ചത് കൊണ്ട് നമ്മുടെ കുരിശ് ഫ്യൂസ് ആയിപ്പോയി. അതൊന്ന് കത്തിക്കാൻ നോക്കിയിട്ട് അതിൻ്റെ ഹൊറിസോണ്ടൽ ഭാഗം മാത്രമേ കത്തൂ, വെർട്ടിക്കൽ ഭാഗം കത്തത്തില്ല. അല്ലേ? രാത്രിയിലത്തെ കാര്യമാണ്. പകൽ കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ഈസ് വിസിബിൾ. Cross is on the top of the church. We always lift the cross of Christ because that is the point of worship. കുരിശാണ് ക്രിസ്തീയ ആരാധനയുടെ മൗലികത. അതുകൊണ്ട് കുരിശാണ് നോമ്പിന്റെ ആത്മീയത. കുരിശിലാണ് നോമ്പ്. കുരിശിലേക്ക് നയിക്കുന്നതാണ് നോമ്പ്. അത് മേലിൽ പള്ളിയുടെ മുകളിൽ കത്തിയിട്ട കാര്യമൊന്നുമില്ല. അത് അണഞ്ഞു പോയാലും കുഴപ്പമില്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, നമ്മുടെയൊക്കെ ആരാധനകളിൽ കുരിശ് ഉയർത്തപ്പെടണം. ക്രോസ് ഇസ് എ പോയിന്റ് വേർ വി ട്രാൻസെൻഡ് ദ ടെംപ്റ്റേഷൻസ്. നമ്മൾ നമ്മുടെ പ്രലോഭനങ്ങൾ അതിജീവിക്കുന്നത് എവിടാന്നറിയാമോ? കുരിശിലാണ്. Jesus has conquered the temptations ultimately on the cross. Even on the cross he was tempted. നമുക്കറിയാം, നമ്മൾ വെള്ളിയാഴ്ച അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും. The temptation was not over for him. Even on the cross he was crucified. He was tempted from around. On the cross. Cross transcends the temptations. കുരിശാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ നാളുകളിൽ മറ്റൊരു നോമ്പ് കൂടി നമ്മൾ അനുഷ്ഠിച്ച് ആചരിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഈസ്റ്ററിലെ മട്ടനിലും താറാവിലും കോഴിയിലും ഒന്നും ഇത് മുങ്ങിപ്പോവരുത്. It should be a constant, continuous faith exercise. നിരന്തരമായ ഒരു വിശ്വാസ പരിശീലനമാകണം നമ്മുടെ നോമ്പ് അനുഷ്ഠാനങ്ങൾ. Cross should also be a continuous experience. കുരിശ് ഒരു നിരന്തരമായ അനുഭവമാകണം. അതിന് ഈ നാളുകളിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ സഭയെ അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ. കൂടുതൽ വിശ്വസ്തയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, എളിമയോടുകൂടെ, താഴ്മയോടുകൂടെ, മത്സരബുദ്ധിയില്ലാതെ, വൈരാഗ്യബുദ്ധിയില്ലാതെ പരസ്പരം സ്നേഹിച്ചും കരുതിയും സഹിച്ചും ക്ഷമിച്ചും കുരിശിൽ നിന്ന് നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ
ഈ വർഷത്തെ നോമ്പ് നാളുകളിലൂടെ അതിൻ്റെ അനുഷ്ഠാനങ്ങളിലൂടെ നയിക്കട്ടെ, നടത്തട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നല്ല ശാന്തമായ രാത്രിക്കായി സ്തോത്രം. പിതാവേ, ഞങ്ങളുടെ നോമ്പനുഷ്ഠാനങ്ങൾ കുരിശിന്റെ പാരമ്യതയിൽ തിരിച്ചറിയാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ കൂടുതൽ ഉറപ്പിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. കുരിശിന്റെ സഹന വഴിയിലൂടെ, വേദനയുടെ വഴിയിലൂടെ മുൻപോട്ട് നീങ്ങുവാൻ ഞങ്ങളെ സഭയായിട്ട് ഒരുക്കണം. മറ്റുള്ളവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ പങ്കുവയ്ക്കുവാൻ കർത്താവേ, അവരോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കണം. കടന്നു വന്ന എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് ആശീർവദിക്കണം, നന്മകളാൽ നിറയ്ക്കണം. ഈ ആഴ്ചത്തെ ഞങ്ങളുടെ എല്ലാ വിശുദ്ധ ശുശ്രൂഷകളുടെ മേലും തിരുകൃപ പകരണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും വിട്ടുപോയ വിഷയങ്ങളോടും ഇന്നുമല്ലേ ഇപ്പോഴും നിരന്തരം വസിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ റീനുവിനോടും നിധിനോടും, സങ്കീർത്തനം വായിച്ച ലിനറ്റിനോടും, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ അന്യതയോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ബൈ. ഗുഡ് നൈറ്റ്. Good night, Rajan. Good night, Acha.